നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അരുൺ ഉമ്മൻ. കൊച്ചി VPS ലേക്ഷർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് അൽഷിമേഴ്സ് ഡിസീസ്. അതായത് പ്രായമുള്ള അല്ലെങ്കിൽ ഒരു മധ്യവയസ്ക അല്ലെങ്കിൽ പ്രായമുള്ള ഒരാൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്, അതായത് അൽഷിമേഴ്സ് ഡിസീസ്. അപ്പോൾ എന്താണ് ഈ അൽഷിമേഴ്സ് ഡിസീസ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അൽഷിമേഴ്സ് ഡിസീസിൻ്റെ ബേസിക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകൾ ഇങ്ങനെ ഓരോന്നോ പതുക്കെ ഇങ്ങനെ സ്വയം ഡാമേജ് ആവുന്നതും ഈ ഞരമ്പുകളുടെ കണക്ഷൻ പ്രശ്നങ്ങൾ വരുന്നതും അതുമൂലം ഓർമ്മയും നമ്മുടെ പെരുമാറ്റ രീതിയിൽ വരുന്ന പ്രശ്നങ്ങളും ഓർമ്മയിൽ വരുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ചില പ്രത്യേക പ്രോട്ടീനുകൾ ഈ ഞരമ്പിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിനെ ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അമൈലോയ്ഡ് പ്രോട്ടീൻസ് നമ്മളതിനെ പറയും. അപ്പം അൽഷിമേഴ്സ് ഡിസീസ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? നമുക്ക് അൽഷിമേഴ്സ് ഡിസീസ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. അതായത് പ്രായം കൂടുന്നതനുസരിച്ച് കൂടിക്കൂടി വരുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും അതിൻ്റെ രോഗലക്ഷണങ്ങളെ ഒരു പരിധി വരെ നമുക്ക് കൈകാര്യം ചെയ്യാനുമാണ് നമ്മൾ കൂടുതലും ചികിത്സയോട് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു പരിധി വരെ ഇതിൻ്റെ സ്പീഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ രോഗത്തിന് മൂർച്ച കൂടുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഇത് മൂലം ഉണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങളുണ്ട്. അവർ പല രീതിയിൽ അവർ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു, വെറുതെ കിടന്ന് കരയുന്നു, ചിലപ്പം വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല, പിന്നെ എപ്പോഴും ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നു. അങ്ങനെ ഒരുപാട് പല രീതിയിലുള്ള പിന്നെ പറയുന്ന കാര്യങ്ങൾ പിന്നെയും പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ടീവ് കെയറും സപ്പോർട്ടീവ് മെഡിക്കേഷൻസുമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അവർ എത്രത്തോളം ജീവിച്ചിരിക്കുന്നു അത്രത്തോളം അതിനെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്ത് അത് ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൾഡ് ഏജ് ഹോംസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഓൾഡ് ഏജ് ഹോംസ് പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് കൺസിഡർ ചെയ്യുന്ന കുട്ടികൾ മാതാപിതാക്കളെ കൊണ്ടുപോയി ഇടുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആക്ച്വലി അത് അങ്ങനെയല്ല. ഓൾഡ് ഏജ് ഹോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായമാകുമ്പോഴേക്കും അവരുടെ ആവശ്യം അനുസരിച്ച് അവർക്കുള്ള എല്ലാ കെയറും ഹോളിസ്റ്റിക് തെറാപ്പി, അത് റിക്രിയേഷൻ സെൻറ്റർ, അവർക്കൊരു റിസോർട്ട് പോലെയാണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഓൾഡ് ഏജ് ഹോം വേണ്ടത്. അപ്പം ഈ അൽഷിമേഴ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ഈ പ്രായമായിട്ടുള്ള ജിറിയാട്രിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ വരുമ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു മെൻ്റൽ പീസും അവർക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഏരിയയാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും നമ്മുടെ മക്കളുടെ കൂടെ താമസിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല. കാരണം ഒന്നാമത് അതിനെക്കുറിച്ച് ഒരു അറിവില്ല, പിന്നെ എങ്ങനെ പേരൻസിനെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, പിന്നെ സോഷ്യൽ സ്റ്റിഗ്മ. ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ പേരൻസിനെ ഉപേക്ഷിച്ചു എന്നൊരു രീതിയിലേക്ക് പോകും. അത് ശരിക്കും പറയാൻ തെറ്റായൊരു കൺസെപ്റ്റാണ്. നമ്മൾ ആ കൺസെപ്റ്റിനെ നമ്മൾ എപ്പോഴും പുനർപരിശോധിക്കണം. ശരിക്കും ഈ അൽഷിമേഴ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ജിയറാട്രിക് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ എപ്പോഴും അവരൊരു റിക്രിയേഷണൽ സെൻറ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെൻറ്ററിൽ കൊണ്ടുപോയി ഹോളിസ്റ്റിക് തെറാപ്പി, പിന്നെ കുറേ യോഗ, പിന്നെ അവർക്ക് എപ്പോഴും സന്തോഷിക്കാനുള്ള അതിൻ്റെ സ്പെഷ്യലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ അവരുടെ സന്തോഷം അവരുടെ കൂടെയുള്ള ആൾക്കാരുടെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ റിക്കവറി വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അവർക്ക് പല കാര്യങ്ങളും ഹാപ്പിനെസ്, നമ്മുടെ മനസ്സിലെ സന്തോഷം കൂടുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള അസുഖമൊക്കെ നമ്മൾ പതുക്കെ കുറയാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു ഓൾഡ് ഏജ് ഹോം ശരിക്കും പറഞ്ഞാൽ എത്ര ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ അവരെ കൈകാര്യം ചെയ്ത് അവരെ വേണ്ട രീതിയിൽ പരിപാലിക്കും. താങ്ക് യു.